ശ്രീ ശശികല, നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പോലീസിലെ ഒരു ബ്രാഞ്ചാണ് അത്. ഇപ്പോൾ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ അവിടെ എത്തി ആ സ്ഥലം പരിശോധിക്കും. അതിലവർ വീഴ്ച വരുത്താറില്ല. അപ്പോൾ നേരത്തെ സന്ദീപ് പറഞ്ഞതുപോലെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു വീഴ്ചയല്ലേ? അത് ഇൻ്റലിജൻസിൻ്റെ പരാജയം തന്നെയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീമതി ശശികല. ഞാനുണ്ട് ഞാൻ കേട്ടു. പറഞ്ഞോളൂ. അതെ, സന്ദീപ് പറഞ്ഞതെല്ലാം ശരിയൊന്നുമല്ല. കാരണം അവിടെ അന്ന് ഇന്നലെ ഉദ്ഘാടന ദിവസമാണ്. അപ്പൊ ഉദ്ഘാടന ദിവസം അവിടെ എല്ലാം എന്തായാലും ഉദ്ഘാടന ദിവസം ആകുമ്പോൾ കെട്ടിടവും മോടി പിടിപ്പിക്കുകയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കിയൊക്കെ ചെയ്യണമല്ലോ. അവിടുത്തെ ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോ അവര് ഭക്ഷണത്തിന് പോയി. ഞാൻ 2 മണിക്കാണ് ചെല്ലുന്നത്. ആ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഇത് അവിടെ സംഭവിച്ചാകാം, അതെനിക്കറിയില്ല. കാരണം നിങ്ങൾ പറയുമ്പോ അറിയില്ല എന്ന് പറഞ്ഞ ഇത് അറിയാത്ത കാര്യമല്ലേ. ഞാനും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് ഇത് അറിയുന്നത്. ഞാൻ 2 മണിക്ക് ചെന്നു എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ ചെന്നതിന് ശേഷം അവിടെ ഇതൊന്നും നടന്നിട്ടുമില്ല. ജീവനക്കാര് അവിടെ അവര് ഭക്ഷണം കഴിക്കാൻ പോയതുമാണ്. ഈ പറയുമ്പോ ആ വീഡിയോ തന്നെ കാണുമ്പോ 1-2 മിനിറ്റല്ലേ ഉള്ളൂ, ഒരുപാട് സമയമില്ലല്ലോ. ഈ 2 മണിക്കൂർ നേരം പറയുമ്പോ ഇതെന്താ, ഞാൻ ചോദിക്കേ വെള്ളരിക്കപ്പെട്ടണോ? 2 മണിക്കൂർ നേരമൊക്കെ അതാ ഞാൻ ചോദിക്കുന്നത്. അത് തന്നെയാണ്, വെള്ളരിക്കപ്പെട്ടണമാണോ? 2 മണിക്കൂറൊക്കെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ കയറി ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ആയാലും LDFന്റെ ആയാലും ആളുകൾ അവിടെ ഇരച്ച് കയറുമായിരുന്നു. അതിനൊന്നും യാതൊരു തർക്കവും വേണ്ട. അല്ല, അങ്ങനെ ഇരച്ച് കയറിയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നെടുമണ്ണൂർ LP സ്കൂളിലെ ഒരു പുതിയ കെട്ടിടം അല്ല, ആയിക്കോട്ടെ, അത് മണിക്കൂറുകളോളം നിങ്ങൾ ചെയ്ത കാര്യമാണ്. ഇത് 1-2 മിനിറ്റ് മാത്രമാണ്. അവിടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പൊ ഗണപതിയോ മണിക്കൂറോളം നടത്തിയതുകൊണ്ടാണ് അന്ന് ഡിവൈഎഫ്ഐക്കാർ ഇരച്ച് കയറിയത്. നിങ്ങൾ പറഞ്ഞില്ലേ 2 മണിക്കൂറാണെന്ന്. ഇത് 2 മിനിറ്റ് വീഡിയോ നോക്ക്, എക്സംഷൻ കൊടുത്തു. അപ്പൊ അതൊക്കെ കള്ളം പറഞ്ഞ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സ്ഥാപനം സ്ഥാപനത്തിൽ ഉദ്ഘാടനം വരുമ്പോ ആ കെട്ടിടം തുറന്നിടും. അവിടെ പലരും വന്ന് കയറിയാണെങ്കിൽ പോവും. ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം, അങ്ങനെ നിരുത്തരവാദിത്ത ബോധത്തോടുകൂടി പറയരുത്. അവിടെ പലരും വന്ന് കയറിപ്പോന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അവിടെ ആരെങ്കിലും വന്ന് മേഡം ഒറ്റ കാര്യം, അവിടെ ആരെങ്കിലും വന്ന് ബോംബ് വെക്കുന്നു, അവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ബോംബ് പൊട്ടുന്നു, ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? മേഡം ഇതുപോലെ വന്നിട്ട് പറയോ ഞാനൊന്നും അറിഞ്ഞില്ല, അവിടെ ബലൂൺ കെട്ടാൻ കുറേ പേര് വന്നു, പിന്നെ അത് കഴിഞ്ഞ് അവർ പോയി, ഞാൻ 2 മണിക്കാണ്. ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറയാൻ പറ്റുമോ? അവിടുത്തെ ജീവനക്കാർ അവരത് മോടി പിടിപ്പിക്കാനും ഒക്കെ ഒരു സ്ഥാപനമല്ലേ. അത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ എന്തായാലും മോടി പിടിപ്പിക്കുമല്ലോ. അതിനുവേണ്ടി രാവിലെ അത് തുറന്നു, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ആ ഉച്ചവരെ അവരത് ചെയ്തിട്ട് അവര് ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇത് സംഭവിച്ചത്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാൻ ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാള് ഒരു കാരണവശാലും ഒരു സത്യപ്രതിജ്ഞ ഭരണഘടനയെ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് കയറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അറിയേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അതെല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷൻ അടക്കം കേസ് കൊടുത്തിട്ടുണ്ട്. ശക്തമായ നിലപാട് സ്വീകരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത് അറിഞ്ഞപ്പോൾ മാത്രമാണ് അല്ലേ? അപ്പോഴാണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായത്. അല്ല രാത്രി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറി അത് തടസ്സപ്പെടുത്തിയപ്പോ അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആകെ 2 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇത് മന്ത്രി കൂടി പങ്കെടുത്ത ഒരു ചടങ്ങാണ്. മന്ത്രി ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും, MLA അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർ ഇതിനെക്കുറിച്ച് ഒരു കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാത്? ശ്രീമതി ശശികല, മന്ത്രി പങ്കെടുത്ത ചടങ്ങാണ്, മന്ത്രിക്കറിയാം. മാത്രമല്ല ഇപ്പൊ പ്രതിഭയ്ക്കും അറിയാം. പക്ഷെ അവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? എപ്പോഴും ഇങ്ങനെ പറയേ
മന്ത്രി അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി ആ യോഗത്തിൽ അല്ല, മന്ത്രി ഇപ്പോഴറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. മന്ത്രി അറിയത്തില്ല. അല്ല, ഈ ഞാൻ പറയാനുണ്ട്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ടവർകളെ നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹം അത് ഇനി ഏത് വേദിയിലായാലും അദ്ദേഹം പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യം. പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല, MLA അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആര് പറഞ്ഞാതെ. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ക്ലിപ്പ് തന്നെ പുറത്തു വരുന്നത്.